നമസ്തേ. ഈ കലിയുഗം എന്ന് പറയുന്നത് വളരെ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിവസത്തിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ വേഗത കൂടുന്നത് പോലെ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അത് ഒരുപാട് വ്യക്തികൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണ്. ഈ ഒരു ഡാർക്കായിട്ടുള്ള ഹാർഷായിട്ടുള്ള ഈ ഒരു ചൂട് കൂടിയ ഈ ഒരു കലിയുഗത്തിൽ എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ കലിയുഗം അതിൻ്റെ പീക്കിലെത്തി, അത് കഴിഞ്ഞ് പുതിയ സുവർണയുഗം ആരംഭിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും കലിയുഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, അതിൻ്റെ ലക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ല. ആ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ഈ സമയക്രമത്തിനെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ ഏതെങ്കിലും കാലഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും കണക്കുകളും സമയങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി നമുക്ക് അന്ധമായിട്ട് ഗ്രന്ഥങ്ങളിലൊന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞതായാലും പുസ്തകങ്ങളിൽ വായിച്ചതായാലും മറ്റ് വ്യക്തികൾ പറഞ്ഞിട്ടുള്ളതായാലും നമ്മൾ നമ്മുടെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ്, വാട്ട് വി എക്സ്പീരിയൻസ് എന്നുള്ളത്, നമ്മുടെ തന്നെ ആ ഒരു ഫെനമനോളജിക്കൽ എക്സ്പീരിയൻസ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സത്യത്തെ കണ്ടെത്തുന്നത്. കാരണം പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ശാസ്ത്രമായാലും ആത്മീയതയായാലും മതമായാലും മറ്റെന്തായാലും നമുക്ക് തരുന്ന കാര്യങ്ങൾ, നമ്മുടെ അനുഭവമാണ് ഇതിനേക്കാളൊക്കെ പ്രധാനം. ഇവർ ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞേക്കാം, ദുർവ്യാഖ്യാനം ചെയ്തേക്കാം, അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ പഴയതിന് മാറ്റം വന്നേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. പക്ഷേ നമുക്ക് ആ കാലഘട്ടം വരെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഞാൻ എന്തിനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ എന്തിനെ കാണുന്നു, ഞാൻ എന്തിനെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാൻ അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ കലിയുഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു അൺസ്റ്റോപ്പബിൾ സ്പിരിറ്റായിട്ട് മാറാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുരുവിൻ്റെ പോലും സഹായമില്ലാതെ സ്വയം പ്രകാശിക്കുന്നതായിട്ടുള്ള വ്യക്തികളായിട്ട് ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുക എന്ന് പറയുന്ന സമയത്ത് പണ്ടുകാലത്തുണ്ടായിരുന്ന മാടപ്രാവുകൾക്ക് മാത്രമല്ല, ഇവിടെ സ്ട്രാറ്റജി വേണം, തന്ത്രം വേണം, ചില സമയത്ത് നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാനുള്ള കഴിവ് വേണം. ബട്ട് വി ആർ നോട്ട് അറ്റാക്കിങ് എനിവൺ. ആരെയും നമ്മൾ ആക്രമിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ വലിഞ്ഞു കയറി ചെല്ലുന്നില്ല. ബട്ട് നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മൾ നമ്മളെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ കലിയുഗത്തിലെ ഇങ്ങനെ പ്രകാശം ചൊരിയുവാനായിട്ട് നിയോഗിക്കപ്പെട്ട പടയാളികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകേണ്ട ചില പ്രത്യേകതകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ കലിയുഗത്തിലൊരു ഔട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമാണ്. അവരുടെ ലക്ഷണങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, പല ആളുകളും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അങ്ങനെയാകണം, ഇങ്ങനെയാകണം, പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പല രീതിയിലുള്ള പ്ലാനുകളും പദ്ധതികളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ സ്വപ്നം മാത്രമേ ഉള്ളൂ, ഈ ചിന്ത മാത്രമേ ഉള്ളൂ, ഈ പ്ലാൻ അല്ലെങ്കിൽ ഈ പദ്ധതി മാത്രമേ ഉള്ളൂ, ആക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ കലിയുഗത്തിൽ ഞാനൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്പീഡാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഡാർക്ക് ഏജ് ആണ്, അത് ഫാസ്റ്റായിട്ട് പോവാന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും അൺകാനി എബിലിറ്റി, അല്ലെങ്കിൽ വളരെ ഡീപ്പ് കീനായിട്ടുള്ള ഒബ്സർവേഷൻ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രീംസ് അല്ലെങ്കിൽ തോട്ട്സ് അല്ലെങ്കിൽ പ്ലാൻ, ഇതിനെ കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കലിയുഗത്തിലെ പടയാളികൾക്ക് അല്ലെങ്കിൽ ഇതിൽ വിജയിച്ചു കയറുന്ന വ്യക്തികളുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായിട്ടും ഈ ചിന്തകളെ സ്പീഡിൽ തന്നെ ആക്ഷൻ ആക്കാനുള്ള കഴിവാണ്. എന്തെങ്കിലും തോന്നുന്ന സമയത്ത് ഇമ്പൾസീവായിട്ട് എടുത്തിയാടാനുള്ള കഴിവല്ല. നമ്മുടെ തോട്ട്സ്, നമ്മുടെ പ്ലാൻ, അതിനെ നമുക്ക് ഡിലേ ചെയ്യാതെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? കാരണം നമുക്ക് സമയം വളരെ കുറവാണ് എന്നത് തന്നെ. അപ്പം നമുക്ക് ചിലപ്പോൾ ഇപ്പം തന്നെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആയുർദൈർഘ്യം ഇപ്പോൾ ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഉണ്ട്, ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. ബട്ട് നമ്മുടെ ആരോഗ്യം എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥയാണത്. പുതിയതായിട്ട് വരുന്ന തലമുറ, അവരുടെ ആരോഗ്യം എങ്ങനെയാണ്, അവരുടെ ബൗദ്ധിക ശേഷി എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് വി ഹാവ് വെരി ലിമിറ്റഡ് ടൈം. നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനായിട്ട്, നമ്മുടെ തോട്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻസിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമാണ് ഉള്ളൂ എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രവൃത്തിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ തോട്ട്സ് വളരെ പ്രധാനമാണ്. കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും നെഗറ്റീവ് വിഷ്വലൈസേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് ഉള്ള പരിണിത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് അങ്ങനെ ആയി പോവുകയാണ്. ബിക്കോസ്
അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ന്യൂറൽ അല്ലെങ്കിൽ ബ്രെയിനിലെ വയറിങ് തന്നെയാണ് എന്നുള്ളതാണ്. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിങ്, ന്യൂറൽ കണക്ഷൻസ്, അതിൻ്റെ പാത്ത് വൈസ്, അത് എത്രമാത്രം സ്ട്രോങ് ആയിട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളത്, നമ്മുടെ ഈ തോട്ട്സ്, നമ്മുടെ ഈ എനർജി അവിടെ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിലക്കെടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നെഗറ്റീവ് വിഷ്വലൈസേഷനെ നമുക്ക് നമ്മുടെ തന്നെ ഒരു ഡിസിപ്ലിൻഡ് വേർഷൻ ഓഫ് തോട്ടായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള പരിണിത ഫലങ്ങൾ നോക്കണ്ട എന്നല്ല, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനെ നമ്മൾ ലോജിക്കലായിട്ട് അവിടെ കീപ്പ് ചെയ്യണം. എന്നാൽ നമ്മുടെ നെഗറ്റീവ് വിഷ്വലൈസേഷൻ എപ്പോഴും നമ്മളെ ഭരിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം എന്ത് കാര്യത്തിനും ഉയരത്തിലിരിക്കുന്ന ഒരു സംഗതിക്ക് താഴേക്ക് വീഴാനാണ് ടെൻഡൻസി കൂടുതൽ. അപ്പോൾ പെട്ടെന്ന് ഒരു ബൾബ്, ആ ബൾബായാലും സൂര്യനായാലും എല്ലാത്തിനും ഇരുട്ടിലേക്ക് പോകാനാണ് ഒരു ടെൻഡൻസി കൂടുതൽ. പക്ഷേ ആ ജീവന്റെ വെളിച്ചം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷനാണ് ആവശ്യം. പോസിറ്റീവായിട്ട് വെറുതെ ഇമാജിൻ ചെയ്തു എന്നത് കരുതി കാര്യമില്ല. കാരണം ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തോട്ട്സിനെ നമുക്ക് ആക്ഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ആ പ്ലാനും വേണം. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ട് കലിയുഗത്തിലെ ഇത്തരത്തിലുള്ള രാജാക്കന്മാർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റിയാണ് നിങ്ങളുടെ സാധന എന്നുള്ളതാണ്. അതായത് പ്രൊഡക്ടിവിറ്റിയാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് എന്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ധ്യാനം പോലെയാണ് എന്നുള്ളതാണ്. കാരണം ഈ കലിയുഗത്തിൽ പരസ്പര സഹായവും സഹകരണവും ഒരുപാട് ആവശ്യമാണ്. ഒരു വശത്ത് വളരെ നെഗറ്റീവായിട്ട് ഒരുപാട് വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു വശത്ത് കൂട്ടം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ആളുകൾ തന്നെയാണ് ലോകത്തിനെ ഇനി ഫ്യൂച്ചറിലേക്ക് നിലനിർത്താനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ആ കൂട്ടം ചേരലിൽ പരസ്പര സഹകരണവും ഈ ലോകത്തിനെ ഇനി അടുത്ത ഒരു എറയിലേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രൊഡക്ടിവിറ്റിയും ഉണ്ടാകണമെന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇത്തരത്തിലുള്ള വ്യക്തികൾ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അത്തരത്തിലുള്ളൊരു പ്രവർത്തകനായിട്ട്, ഒരു ലൈറ്റ് വർക്കറായിട്ട് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കലിയുഗത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഗുരുവിനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യു ഡോണ്ട് വെയിറ്റ് ഫോർ എ ഗുരു എന്നുള്ളതാണ്. നിങ്ങളൊരു ഗുരുവിന് വേണ്ടി കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് നിങ്ങൾ സെൽഫ് ഉള്ളിലേക്ക് നോക്കുകയാണ്. സെൽഫ് ഒബ്സർവേഷൻ ഈസ് ഈക്വൽ ടു ഇന്നർ ഗുരു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണ്. സെൽഫ് ഒബ്സർവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ഇൻസൈറ്റുകൾ, നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങളുടെ ഗുരുവായിട്ട്, നിങ്ങളുടെ ഗൈഡായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളെ ആർക്കാണ് തടുക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആൻഡ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി റീപ്ലേസസ് യുവർ ഡിപ്പെൻഡൻസി എന്ന് പറയുകയാണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട് പോകേണ്ട ആ ഒരു അവസ്ഥയെ, നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധം തന്നെ ആ ഒരു അവസ്ഥയെ മാറ്റിക്കളയുകയാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കലിയുഗത്തിനെ കുറ്റം പറയുന്നില്ല എന്നുള്ളതാണ്. ഇതല്ല ഈ ഡാർക്ക് ടൈമിന്റെ, ഹാർഷ് വേൾഡിന്റെ, അത് അങ്ങനെയാണ്, കലിയുഗമാണ്, അതുകൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഹാർഡായിട്ടുള്ള റിയാലിറ്റി ഇറ്റ് സെൽഫ് ഈസ് ദ ട്രെയിനിങ് ഗ്രൗണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ കലിയുഗത്തിൽ സർവൈവ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഈ ആത്മാക്കൾ, അല്ലെങ്കിൽ പണ്ടുള്ള ജന്മജന്മാന്തരങ്ങളിലൂടെ വന്ന് വീണ്ടും ഇവിടെ ജനിച്ചതായിട്ടുള്ള ആത്മാക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് ഈ കലിയുഗം എന്ന് പറയുന്നത് ഈസ് എ ട്രെയിനിങ് ഗ്രൗണ്ട്. അത് തന്നെ നമ്മളെ അടുത്തതായിട്ടുള്ള സ്പിരിച്വൽ എലവേഷനിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയും കൂടിയാണ്. അത് ചിലപ്പോൾ നമ്മളെ ഒരു അമർത്യമായിട്ടുള്ള സുവർണയുഗത്തിലേക്കോ, അല്ലെങ്കിൽ നമുക്ക് ഒരു കളക്റ്റീവ് എൻലൈറ്റൻമെന്റിലൂടെ, നമുക്ക് മൊത്തത്തിലുള്ള ഒരു എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ്സിലൂടെ നമുക്ക് നമ്മളെ തന്നെ ദൈവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയർത്തുവാനും വേണ്ടിയുള്ള ആ സമയത്തിന്റെ അവസാന പൂർത്തീകരണവും കൂടിയാണ്. നമ്മുടെ ഉള്ളിലത്തെ ഡയലോഗുകളെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുന്ന അവസ്ഥയും, എന്നാൽ പോസിറ്റീവായിട്ടുള്ള ഡിസിപ്ലിൻ എന്നുള്ളതും. കാരണം നമ്മുടെ മനസ്സ് ഡിസിപ്ലിനെയാണ് ഒബേ ചെയ്യേണ്ടിയിരിക്കുന്നത്. നമ്മുടെ തോട്ടിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ അവയർനെസ് എന്ന് പറയുന്നത് നമ്മളുടെ പവറിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് യു ക്യാൻ ഷൈൻ വിത്തൗട്ട് അനൗൺസിങ്. നിങ്ങൾക്ക് വിളിച്ചു പറയാതെ, ഷോ ഓഫുകൾ നടത്താതെ തന്നെ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനായിട്ടുള്ള അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. യാതൊരു വിധത്തിലുള്ള വാലിഡേഷനുകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായിട്ടുള്ള അപ്രൂവലുകളും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണ് അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രകാശം എന്ന് പറയുന്നത് അത് ആർഗ്യുമെന്റുകൾക്ക് അല്ലെങ്കിൽ സംവാദത്തിന് നിൽക്കുന്നില്ല, അത് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത് എന്നത് തന്നെ. തീർച്ചയായിട്ടും ഈ കലിയുഗത്തിലെ വാരിയേഴ്സ് എന്നതിനപ്പുറത്തേക്ക് ഈ കലിയുഗത്തിലെ രാജകീയമായിട്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റീസ് നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഞാൻ ഇനി ആക്വയർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഈ സംസാരത്തിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾക്ക് സ്പാർക്ക് നൽകാനായിട്ട് സാധിച്ചു എന്ന് കരുതിക്കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.